ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ്രുതി വേൾഡ് മലയാളം റെസിപ്പീസ്. ഇന്നിവിടെ നമുക്ക് കോവയ്ക്ക തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും പച്ചമുളകും കറിവേപ്പിലയും കടുകുമിട്ട് ആവശ്യാനുസരണം ചേർത്ത ശേഷം നമുക്ക് സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയതോട്ട് നമുക്ക് കോവയ്ക്ക നീളത്തിലരിഞ്ഞ് ചേർക്കാം. നമുക്ക് നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിവിടെ ഇപ്പം നീളത്തിലരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം കുറച്ച് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. വളരെ ലോ ഫ്ലെയിമിലാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇനി അത് ഇടയ്ക്ക് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നോക്കിയിട്ട് അത് കോവയ്ക്കയുടെ വേവ് അനുസരിച്ച് ഇളക്കി നന്നായിട്ട് ആവശ്യാനുസരണം നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയും കുറച്ച് ജീരകവും അല്ലെങ്കിൽ ഒരു അല്പം ഒരു 1-2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ച ശേഷം ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ആവശ്യാനുസരണം നിങ്ങളുടെ പാകത്തിന് അത് പുലർത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള ഈ കോവയ്ക്ക തോരൻ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തതായിട്ട് ഞാൻ പെട്ടെന്ന് നമുക്കൊരു മുള്ളൻ ഫ്രൈ ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറഞ്ഞു വെച്ചിരിക്കുന്ന ഈ മുള്ളനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം ഇതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ മസാല നന്നായിട്ട് പിടിക്കാൻ വയ്ക്കണം. ഇതുപോലെ നന്നായി പുരട്ടി വെച്ച ശേഷം ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം നിങ്ങൾ വെളിച്ചെണ്ണയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ നന്നായിട്ട് വറുത്തെടുക്കുക. 2 വശവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ 2 റെസിപ്പിയും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു.